ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ ഇന്നോവ സെയിലിടുന്നത്. ഒരുപാട് വാഹനങ്ങൾ നിങ്ങൾ ഡെലിവറി കൊടുക്കുന്നത് കാണുന്നുണ്ടെങ്കിലും ഇന്നോവ സെയിലിടുന്നത് ഒരുപാട് കാലത്തിന് ശേഷമാണ്. ഒരുപാട് വാഹനങ്ങൾ നമുക്കിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതൊക്കെ ഏകദേശം അഡ്വാൻസായി വർക്ക് എടുത്ത് കൊടുക്കുന്ന വാഹനം കേട്ടോ. നമുക്ക് വരുന്ന അതേ കണ്ടീഷനിൽ നമ്മൾ കൂടുതലും അതേ കണ്ടീഷനിൽ പാർട്ടിക്ക് കാണിച്ചു കൊടുത്തേണ്ട അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് വർക്ക് എടുത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാർക്കാൻ സെയിൽ വന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല വൃത്തിയുള്ളൊരു വാഹനം കേട്ടോ. 4 അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേജറായിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഫ്രണ്ട് ഗ്ലാസ് വരെ 2011 ഇവിടെ കാണുന്നുണ്ട്. എന്നാലും ഒരു ഗ്ലാസ് മാറ്റിയൊരു ഭാഗങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല. കിലോമീറ്റർ ഓടിയിൽ 2,18,000 കിലോമീറ്റർ കേട്ടോ. ടയർ ഭാഗങ്ങൾ കുറച്ച് കമ്മിയുണ്ട്. അലൈവീൽ കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. ടൈപ്പ് 4ലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സിൽക്കി ഗോൾഡിൽ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് കേട്ടോ. നമുക്ക് ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളർ സിൽക്കി ഗോൾഡ്, അതേപോലെ ഗ്രേ കളറാണ് കേട്ടോ. അപ്പോൾ സിൽക്കി ഗോൾഡ് 2011 ഒരുപാട് കസ്റ്റമർ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ആരൊക്കെ വിളിച്ചത്, എങ്ങനെ വിളിച്ചതെന്നൊരു ഓർമ്മ ഉണ്ടല്ലോ. ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. നമുക്ക് അറ്റൻഡ് ചെയ്യാനും കഴിയുന്നില്ല. നമ്മൾ ചിലപ്പോൾ വാട്സപ്പിലും റീപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ മാത്രം വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് 7 സീറ്റ് വാഹനമാണ്. ടയർ ഭാഗങ്ങൾ കുറച്ച് കമ്മിയുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് 5,40,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിട്ടോ. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. ചെറിയ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ. നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും മേജറായിട്ടുള്ള ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ചെറിയ എക്സ്ട്രാ ഫിറ്റിങ്സ്, ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ക്രോം ചെയ്തിട്ടുണ്ട്. അതേപോലെ വിൻഡോ ക്രോം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പെയിൻറ്റിങ്ങും ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ യു ക്രോം ആഡ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, അതേപോലെ സെൻസർ കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് കേട്ടോ. അതേപോലെ ഒരു ഫോർച്യൂണറിൻ്റെ വൈപ്പറാണ് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ഇൻറ്റീരിയർ ഭാഗം തന്നെ അല്ലേ കേട്ടോ. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ തന്നെയാണ് കേട്ടോ. ബാക്ക് സീറ്റ് അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത്. റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള റൂഫും കാര്യങ്ങളാണ്. ടയർ ഭാഗങ്ങൾ ചെറിയൊരു ടച്ച് ചെയ്ത ടയർ ഭാഗങ്ങളാണ്. ഒരു 40% ഉണ്ടാവില്ല, ഒരു 30% വരുന്നുള്ളൂ കേട്ടോ. അതേപോലെ എൻജിൻ റൂമൊക്കെ വരുമ്പോഴേ ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ. ഇതൊരു കളർ ചേഞ്ച് ചെയ്ത വാഹനമാണ് കേട്ടോ. സിൽക്കി ഗോൾഡ് അല്ലായിരുന്നു ആദ്യം, പിന്നെ ഇത് കളർ ചേഞ്ച് ചെയ്താണ്. അതേപോലെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 2024 ബാറ്ററി വെച്ചാണ്. ഇൻ്റർകൂളർ വാഹനമാണ് കേട്ടോ. അപ്പോൾ 2011 മോഡൽ ഇൻ്റർകൂളർ എഞ്ചിനാണ്. അതർ സ്റ്റേറ്റ് വാഹനമാണ്. കേരളത്തിൽ നമ്പർ ആവാനാണ്. നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഒരു 1.5 ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാൻ കഴിയും. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളിട്ട്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി, എഞ്ചിൻ ക്വാളിറ്റി, ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ക്ലിയറുള്ള ഒരു വാഹനം തന്നെയാണ്. ഇതിന് പ്രൈസ് വരുന്നത് 5,40,000 രൂപയുണ്ടോ. അത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.